നിലപ്പന, തിരുതാളി, ചെറുള, പൂവാങ്കുരുന്നൽ, മുഴച്ചെഴുവൻ, കയ്യുണ്യം, കറുക, വള്ളി ഒഴിഞ്ഞ, കൃഷ്ണകാന്തി, മുക്കൂറ്റി. അതിൻ്റെ കൂടെ കഞ്ഞിക്ക് വേണ്ടി കുറുന്തോട്ടി, കരിങ്കുറിഞ്ഞില, പർപ്പടകപ്പുല്ല്, ചെറുകടലാടി, ഒരു കഷ്ണം തുമ്പ, പനിക്കൂർക്കയില, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് കഞ്ഞി വയ്ക്കാനാണ്. അതിൻ്റെ കൂടെ ഉണക്കലരി, ജീരകം, ഉലുവ, ആശാളി, ചെറുപയർ ഇത്രയും കൂട്ടി നമ്മൾ കഞ്ഞി വയ്ക്കും. കഞ്ഞി വെച്ച് കഴിഞ്ഞ് നമുക്കിത് ആരോഗ്യത്തിനും ആയുർവേദ പ്രകാരം കർക്കിടകത്തിൽ കഴിക്കുന്ന കഞ്ഞികളാണ്. ഏറ്റവും ഗുണമുള്ള സാധനങ്ങളാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. കുറുന്തോട്ടിയുടെ വേരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരം മരുന്നുകളെല്ലാം നമുക്ക് അരിഞ്ഞെടുത്ത് ചതച്ച് നീരെടുക്കണം. നീരെടുത്ത് കഴിഞ്ഞ് അരിയും ഉലുവയും സാധനങ്ങളെല്ലാം വേവിച്ചെടുത്തിട്ട് തേങ്ങാപ്പാലും ചേർത്ത് മരുന്ന് ഒഴിച്ച് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മരുന്ന് കഞ്ഞിയായി. മരുന്നുകളെല്ലാം അരിഞ്ഞെടുത്തു. ഇനി ഇത് മുഴുവനും ഇടിച്ച് നീരെടുക്കണം. തേങ്ങ, ഉണക്കലരി, പയർ, ആശാളി, ജീരകം, ഉലുവ. ഇത് വട്ടാണ്. വട്ട് 2 എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കണം. തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടി അരയ്ക്കാം. ഇത്രയും ഇലകൾ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കണം. അത് വേവിച്ചെടുത്തിട്ട് ബാക്കി വരും. അപ്പോൾ ഇടിച്ച് പിഴിഞ്ഞെടുത്ത് നീര് കഴിഞ്ഞിട്ടുള്ള വേസ്റ്റാണിത്. ഇത് നമുക്ക് കഞ്ഞിയായി. തേങ്ങ അരച്ച് ചേർത്തു, ഉപ്പ് ചേർത്തു, മരുന്ന് ചേർത്തു. ഇതൊരു വിഭവസമൃദ്ധമായ സദ്യയുടെ അത്രയുള്ള കൂട്ടുള്ള നമുക്ക് കഴിക്കാവുന്ന നല്ല ടേസ്റ്റുള്ള കഞ്ഞി റെഡി. നല്ല പയറൊക്കെ വെന്ത് ഉലുവയും ആശാളയും ജീരകവും തേങ്ങയും എല്ലാം ചേർത്ത് കഞ്ഞി റെഡി. ഇനി എല്ലാവർക്കും കുടിക്കാം. ഇന്ന് മുതൽ 7 ദിവസത്തേക്ക്.